റീൽ പ്രിപ്പറേഷൻസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണ്ട, കുറച്ച് കണ്ടിട്ട് മതി, വീഡിയോ കണ്ടിട്ട് മതി. ഹലോ, എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായില്ലേ? അപ്പം ഞങ്ങളും ഇന്നലെ ക്രിസ്മസിൻ്റെ ഊണ് കഴിച്ച് ഞങ്ങൾ നൈസായിട്ട് ചെറിയൊരു ട്രിപ്പ് പോയി. ട്രിപ്പല്ല, ചെറിയൊരു ഔട്ടിങ് പോലെ പോയി. അപ്പം അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളും പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പുൽക്കൂട് കാണാൻ പോയി. ലത്തിമ്പള്ളി, പുറനാട്ടുകര ലത്തിമ്പള്ളിയൊക്കെ അടിപൊളിയായിട്ടാണ്. അപ്പം അവിടേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആനസിൻ്റെ. അപ്പം 26-ാം തീയതി, ഇന്നലെ 25-ാം തീയതിയാണ് പോയത്, ഇന്ന് 26-ാം തീയതി ആൾ ബർത്ത്ഡേ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെയുണ്ട്, അതാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. യെസ്, അപ്പം ഞങ്ങൾ ഇപ്പോൾ വിലങ്ങുന്നാണുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു ഫാമിലിക്കൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് പോകുന്ന സെറ്റപ്പാണ്. ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ 2 ഐസ്ക്രീം 2 ചായ മേടിച്ച് റീലെടുക്കാനുള്ള പരിപാടി നോക്കാറ്. അപ്പം ഇപ്പോൾ ഇവിടെ എത്ര ആളുണ്ട് കേട്ടോ, ബാക്കി നിങ്ങൾ നോക്കിപ്പോൾ. നോക്കിയേ, ഒരു റീലെടുത്തതാ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ്, എല്ലാവരും പോയി കണ്ടില്ലേ? ഇതാണ് ഒരു വീഡിയോ എടുത്തുള്ളൂ, വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലേ. പറയൂ, വെലങ്ങൻകുന്നിനെ കുറിച്ച് പറയൂ, എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം, വെരി നൈസ്. അതോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഓടി, അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് പുറത്താക്കും. അപ്പോൾ ഞങ്ങൾ വേറെ സ്പോട്ടിൽ പോയി. ഈ സ്പോട്ടാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത് എന്താ പറയുക, ഒരു ഓപ്പൺ സ്റ്റേജ് പോലത്തെ സെറ്റപ്പാണ്. നല്ല ഗാലറി ആയിട്ട് അടിപൊളിയുണ്ട്. ഒടുക്കത്തെ ചർച്ചയിലാണ് 2 പേരും 3 പേരും അല്ല. ഈ സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ തോന്നി. അപ്പം അല്ല അമ്മയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണാണ്ട് കാണാൻ പോണേ. അടുത്ത എവിടേക്ക് പോവും? അടുത്തത് ലത്തിമ്പള്ളി. അപ്പോൾ എങ്ങോട്ടേലും പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ചു. എന്നിട്ട് വേഗം പുറനാട്ടുകാരെ പിടിച്ചു. പുറനാട്ടുകാരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇടവ് കൂടിയാണ് കേട്ടോ, ഫ്രാങ്കോ. അല്ല, എൻ്റെ ഇടവ് കൂടെ ഫോട്ടോ സ്പേസ് കിട്ടാൻ വേണ്ടി പോകണം. നോക്കിയാൽ ഈ പുൽക്കൂടിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ, അതായത് ഈ ഇടവകയിലത്തെ ആൾക്കാർ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ അതിൻ്റേതായ ഒരു മെന ഇതിൽ കാണാനുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഒരു കൈ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കയറിയിട്ടുള്ള ഒരു കപ്പലിൻ്റെ മേളിലാണ്, അതായത് ഹൗസ് ബോട്ട് പോലത്തെ ഒരു സെറ്റപ്പ്. ഇതൊക്കെ അവർ കൈ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അവർ നാട്ടുകാർ മാത്രം, ഇടവക്കാർ മാത്രം ചെയ്തിട്ടുള്ളതാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അരയന്നങ്ങളായാലും ഈ പാപ്പയുടെ ആയാലും, പിന്നെ ഇവിടെ തന്നെ ഒരു പന്നീനെ കറക്കണതും പിന്നെ ഒരു കഴുത ഇങ്ങനെ സർക്കിൾ ചെയ്യണതും അതൊക്കെ അടിപൊളിയായിട്ടുണ്ടാകും. ഇതൊക്കെ അവർ കൈകൊണ്ട് തന്നെ ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ഒന്നൊന്നര 2 മാസത്തെ കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പുൽക്കൂട് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ സെറ്റപ്പും പിന്നെ ചെറിയൊരു ഫുഡ് സ്റ്റാളും ഇവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം 1.5 ഏക്കർ സ്ഥലത്താണ് ഈ സംഭവം ഈ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ നടന്ന് കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഇതാവുമല്ലോ. അപ്പോൾ ഈ ഫുഡ് സ്റ്റാളൊക്കെ സെറ്റ് ചെയ്തത് എനിക്ക് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ഇതാണ് എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അന്തിത്താഴം. അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ ഇങ്ങനെ സൗണ്ട് മാറ്റി സംസാരിച്ചോട്ടാ, നിൻ്റെ സൗണ്ട് അറിയില്ലേ ചേട്ടാ? ഈ പുറനാട്ടുകാരെ പള്ളിക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇടവകയാന്ന്. അപ്പോൾ അവനെ കണ്ടപ്പോൾ അവനൊന്ന് ജസ്റ്റ് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോകട്ടെ.
ഏയ് പോലെ ഫ്രാങ്കോ സാർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ അവനോട് ബായ് പറഞ്ഞിറങ്ങി ഞങ്ങൾ നേരിട്ട് പുത്തമ്പള്ളി പോയി. അവിടെ ഒടുക്കത്ത് തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി അടുത്ത ലത്തിമ്പള്ളി പോയി. അവിടെ പോയപ്പോൾ കണ്ട ഇവരുടെ പരിപാടി കണ്ടു, ഡബ്ബ ബീറ്റ്സ്. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കുറച്ച് നേരം അവരുടെ 2-3 പാട്ട് കേട്ടു. അത് കഴിഞ്ഞ് പതുക്കെ പുൽക്കൂട് കാണാൻ ഇറങ്ങി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പോകുന്ന പുൽക്കൂടിലേക്ക് പോകുന്ന വഴികൾ മാത്രം കുറച്ച് മോശമായിരുന്നു. അതായത് ലൈറ്റില്ല, അപ്പം ഇരുട്ടത്തൂടെ പോകണമെന്നാണ്. വേറെ ഒരു കുഴപ്പമില്ല. ഇവർ ചെയ്തു വെച്ചിട്ടുള്ള വർക്കൊക്കെ അടിപൊളിയുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ആനയുടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലമിംഗോ പക്ഷി, ആ സംഭവത്തിൻ്റെയും അത് രണ്ടും അടിപൊളിയായിട്ടുണ്ട്. ഇവരുടെ വർക്ക് മൊത്തത്തിൽ അടിപൊളിയാണ്. പക്ഷേ ഈ 2 വർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ ആനയുടെ, ഇതാണത്. കണ്ട നമ്മളൊരു ശരിക്കും ഒരു ആനേനെ കണ്ട ഒരു ഫീലാണ് എനിക്ക് അപ്പോൾ കിട്ടിയത്. നല്ല അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം പുറംനാട്ടുകാരാണോ ലത്തിമ്പള്ളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലത്തിമ്പള്ളിയാണെന്ന്. കാരണം അത്ര നല്ല വർക്കായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇനി ആൻസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കാനുള്ള സെറ്റപ്പാണ്. எப்படி இருக்கு பர்த்டே? நல்லா இருக்கு, நல்லா ஜாலியா இருக்கு. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനാണ് ഇങ്ങനെ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കഷ്ണം കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പുൽക്കൂണ് മുറിച്ച് ചോദിക്കാമെന്ന്. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇരുത്തിയതാണ് കാണുന്നത് കേട്ടോ. പറയ് എന്താ ഇന്നലത്തെ ഇതിനെ കുറിച്ച് പറ. ഇന്നലെ പോയത് അടിപൊളി സ്ഥലം, സൂപ്പറായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു 2-3 റീൽസ് ഒക്കെ എടുത്ത് സെറ്റായി. അടിപൊളി. മറ്റേ ചെറിയ പിള്ളേര് ചില്ലറ പിന്നെ പുറനാട്ടുകാരെ പുൽക്കൂട് കാണാൻ പോയതാ. പക്ഷെ പുറനാട്ടുകാരെ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നമ്മളെ ലത്തിമ്പള്ളിന്റെ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ലത്തിമ്പള്ളിന്റെ. പിന്നെ അമ്മച്ചി പറഞ്ഞ പോലെ മറ്റേ പിള്ളേരുടെ പരിപാടി, ഡപ്പ ബീറ്റ്സ് എന്നുണ്ട് പിള്ളേരുടെ പരിപാടി, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റം പറയാൻ അതിൻ്റെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് എന്ന് പറയും, ലൈക്ക് നല്ലതിൽ പറയും. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാ.
അങ്ങനെ പറയാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറയ് ഇത് കൊറേ ചർച്ച. പറയേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്ത, ഓൾ അടിക്കുക. നല്ല നല്ല വീഡിയോസ് പിന്നെ വരുന്നതാണ്. ബൈ. ബൈ.